ഗവർണർക്കെതിരെ കടുത്ത വിമർശനവുമായി മന്ത്രി എം പി രാജേഷ്. സംസ്ഥാന സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമമാണ് ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നും മന്ത്രി. ഫേസ്ബുക്ക് വിവാദവുമായി ബന്ധപ്പെട്ട് പി ബാലചന്ദ്രൻ എംഎൽഎക്കെതിരെ പാർട്ടി ശക്തമായ നടപടിയെടുത്തേക്കുമെന്ന് സൂചന. പി ബാലചന്ദ്രന് ജാഗ്രത കുറവുണ്ടായെന്നും എംഎൽഎയുടെ നിലപാടിനെ പാർട്ടി തള്ളിക്കളഞ്ഞതായും റവന്യൂ മന്ത്രി കെ രാജൻ. പാലപ്പിള്ളി പിള്ളത്തോട് പാലത്തിനു സമീപം റോഡിലിറങ്ങിയ കാട്ടാനക്കൂട്ടം യാത്രക്കാർക്ക് നേരെ പാഞ്ഞെടുത്തു. ആളുകൾ ഓടിമാറിയത് മൂലം വൻ ദുരന്തമൊഴിവായി. തൃശൂർ ശക്തൻ സ്റ്റാൻഡിനു സമീപം ആക്രിക്കടയ്ക്ക് തീപിടിച്ചു. 3 ലക്ഷം രൂപയുടെ നഷ്ടം. എരുമപ്പെട്ടിയിൽ ഒഴിഞ്ഞ പറമ്പിൽ വൻ അഗ്നിബാധ. ചാവക്കാട് മണത്തല നേർച്ചയ്ക്ക് തുടക്കം. പ്രചോദിയുടെ ആദ്യ കാഴ്ച ജാറമംഗലത്തിലെത്തി. നേർച്ചയുടെ പ്രധാന ദിനമായ നാളെ തെക്കഞ്ചേരിയിൽ നിന്നും പുറപ്പെടുന്ന താബൂത്ത് കാഴ്ച ജാറത്തിലെത്തിച്ചേരും. നമസ്കാരം. വിശദമായ വാർത്തകളിലേക്ക്. കൊല്ലത്ത് SFI പ്രവർത്തകരുടെ കരിങ്കൊടി പ്രകടനത്തിൽ രോഷാകുലനായി യാത്ര നിർത്തി റോഡരികിൽ കസേരയിട്ടിരുന്ന ഗവർണറുടെ നടപടി രാജ്യമാകെ വിമർശനത്തിനിടയാക്കിയെന്ന് മന്ത്രി എം പി രാജേഷ്. തൃശൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമമാണ് നടത്തുന്നത്. സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി വിജയിക്കാതെ വന്നപ്പോഴാണ് ഇത്തരം നടപടി സ്വീകരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായെന്നും മേലിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുതെന്നും മന്ത്രി പറഞ്ഞു. കേരളം എന്നല്ല രാജ്യം മുഴുവൻ ഉയർത്തുകയാണ്. ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള നടപടികളുണ്ടായി. ഇന്ത്യയിലെ പ്രധാന ദേശീയ മാധ്യമങ്ങളെല്ലാം മുഖപ്രസംഗം എഴുതി കേരള ഗവർണറുടെ നടപടിയെക്കുറിച്ച്. അതിനെ അനുകൂലിച്ചായിരുന്നില്ല, വിമർശിച്ചുകൊണ്ടായിരുന്നു മുഖപ്രസംഗങ്ങൾ വന്നത്. അപ്പോൾ എന്നിട്ടും ഇത്തരത്തിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ഒരു വിപുലമായ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണെന്ന് എല്ലാവർക്കും അറിയാം. കേരളത്തെ അസ്ഥിരപ്പെടുത്താൻ കേന്ദ്ര ഗവൺമെൻറ് ശ്രമം നടത്തുകയാണ്. അതാണ് നമ്മളിതിനെ കാണേണ്ടത്. കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിലെ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനും കേരളത്തോട് തന്നെയുള്ള ഒരു പ്രതികാര ബുദ്ധിയോടെയും പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് സാമ്പത്തികമായിട്ട് കേരളത്തെ അവഗണിക്കുന്നതിലെന്നല്ല, അവഗണന എന്ന വാക്ക് അതിന് മതിയാവില്ല. സാമ്പത്തികമായിട്ട് കേരളത്തെ ഒരു ശത്രുതയോട് കൂടിയിട്ടാണ് കണക്കാക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ്. കേരളത്തിന്റെ മുഖ്യ വരുമാന സ്രോതസ് മദ്യമാണെന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണെന്ന് മന്ത്രി എം പി രാജേഷ്. കേരള സ്റ്റേറ്റ് എക്സൈസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇത്തരം പ്രസ്താവനകളിലൂടെ കേരളത്തെ അപകീർത്തിപ്പെടുത്താനാണ് ശ്രമം. ഉത്തരവാദിത്വപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ പോലും ഇത്തരം പ്രചരണം നടത്തുന്നുണ്ടെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് N അശോക് കുമാർ അധ്യക്ഷത വഹിച്ചു. മേയർ M K വർഗീസ്, എൻഫോഴ്സ്മെന്റ് അഡീഷണൽ എക്സൈസ് കമ്മീഷണർ EN സുരേഷ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി VS സലീം, ജനറൽ കൺവീനർ S ഷാനവാസ് തുടങ്ങിയവർ സംസാരിച്ചു. മദ്യത്തെ ആശ്രയിച്ചാണോ കേരളത്തിന്റെ സമ്പദ്ഘടന നിലനിൽക്കുന്നത്? ഏറ്റവും ചുരുങ്ങിയത് എക്സൈസ് ഓഫീസർമാർക്കെങ്കിലും അക്കാര്യത്തിൽ ധാരണയുണ്ടാവേണ്ടി. എനിക്ക് തോന്നുന്നു ഈ പ്രചരണത്തിന്റെ ശക്തി കൊണ്ടും വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയുടെ കാലമായതുകൊണ്ടും നിങ്ങളിൽ തന്നെ പലർക്കും അങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടാവാൻ ഇടയുണ്ട്. അത് നിങ്ങളുടെ ആരുടെയും കുഴപ്പം കൊണ്ടല്ല, അത്രയും ശക്തമായിട്ടുള്ള പ്രചരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനങ്ങളുടെ നികുതി സ്രോതസ്സുകൾ പിടിച്ചെടുത്തതാണ്, ആ നികുതി സ്രോതസ്സുകൾ കവർന്നെടുത്തതാണ്. എന്നിട്ട് നിങ്ങൾ ഇതിൽ നിന്ന് മാത്രം നികുതി ഈടാക്കിക്കോ എന്ന് പറയുകയും ആ പറഞ്ഞാൽ തന്നെ കേരളം മദ്യത്തെ ആശ്രയിച്ചു കഴിയുന്നു എന്ന് പറയും. ബാക്കി എല്ലാവരുടെയും സ്ഥിതി ഇതാണ്. മുഖ്യ വരുമാന സ്രോതസ്സല്ല, പക്ഷെ വരുമാന സ്രോതസ്സുകൾ ഒന്നാണ്. അപൂർവം വരുമാന സ്രോതസ്സേ ബാക്കിയുള്ളൂ, അതിലൊന്നാണ്. ഈ വസ്തുത ജനങ്ങളിൽ എത്തിക്കണം. കാരണം തെറ്റായ പ്രചരണം നടത്തുന്നവരിൽ വളരെ പ്രധാനപ്പെട്ട ആൾക്കാർ വരെ ഉണ്ട്. അപ്പോൾ വസ്തുത അറിയാത്തത് കൊണ്ടാവില്ല ആ പ്രചരണം നടത്തുന്നത്. കേരളത്തെ അപകീർത്തിപ്പെടുത്താൻ വ്യാജ പ്രചരണങ്ങളുടെ പ്രചാരകരായിട്ട് ഉത്തരവാദപ്പെട്ട ആളുകൾ കൂടി മാറുകയാണ്. ശ്രീരാമനെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് വിവാദവുമായി ബന്ധപ്പെട്ട് പി ബാലചന്ദ്രൻ MLA-ക്കെതിരെ പാർട്ടി ശക്തമായ നടപടിയെടുത്തേക്കുമെന്ന് സൂചന. ഈ മാസം 31-ന് CPI ജില്ലാ എക്സിക്യൂട്ടീവിൽ നേരിട്ടെത്തി വിശദീകരണം നൽകാൻ MLA-ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവാദവുമായി ബന്ധപ്പെട്ട് MLA-യെ പരസ്യമായി താക്കീത് ചെയ്തേക്കുമെന്നാണ് സൂചന. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന നിലപാടാണ് MLA-യുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഉണ്ടായതെന്ന് മുതിർന്ന നേതാക്കൾ വിലയിരുത്തിയിരുന്നു. നിലവിലുണ്ടായിരുന്ന അനുകൂല സാഹചര്യം പ്രതികൂലമാക്കിയെന്ന കടുത്ത വിമർശനമാണ് CPI നേതാക്കൾ MLA-ക്കെതിരെ ഉന്നയിക്കുന്നത്. അതേസമയം പോസ്റ്റ് പിൻവലിച്ച് MLA ഖേദം പ്രകടിപ്പിച്ചിരുന്നു.
പി ബാലചന്ദ്രന് ജാഗ്രതാ കുറവുണ്ടായെന്നും MLAയുടെ നിലപാടിനെ പാർട്ടി തള്ളിക്കളഞ്ഞതായും റവന്യൂ മന്ത്രി കെ രാജൻ പ്രതികരിച്ചു. പാലപ്പിള്ളി പിള്ളത്തോടിന് പാലത്തിനു സമീപം റോഡിലിറങ്ങിയ കാട്ടാനക്കൂട്ടം യാത്രക്കാർക്ക് നേരെ പാഞ്ഞെടുത്തു. ആളുകൾ ഓടിമാറിയതുമൂലം വൻ ദുരന്തമൊഴിവായി. രാവിലെ 11 മണിയോടെയാണ് സംഭവം. തോട്ടത്തിൽ നിന്നിരുന്ന കുട്ടിയാനകൾ ഉൾപ്പെടെ 20ഓളം ആനകളാണ് റോഡിലിറങ്ങിയത്. തോട്ടത്തിൽ ആനകളെ കണ്ടതോടെ ചിമ്മിനി ഡാമിലേക്കെത്തിയ വിനോദസഞ്ചാരികൾ ഒന്നടങ്കം ആനകളുടെ ചിത്രം പകർത്താൻ റോഡിൽ നിൽക്കുകയായിരുന്നു. തോട്ടത്തിൽ നിന്ന് റോഡിലിറങ്ങി നിലയുറപ്പിച്ച ആനക്കൂട്ടത്തെ കണ്ടിട്ടും ആളുകൾ മാറാതെ നിൽക്കുകയായിരുന്നു. ഇതിനിടെ ചില വാഹനങ്ങൾ ഹോൺ മുഴക്കിയതോടെ റോഡിന്റെ വശത്തു നിന്നിരുന്ന ആന യാത്രക്കാർക്ക് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു. ഈ സമയത്ത് നിരവധി യാത്രക്കാരാണ് റോഡിലുണ്ടായിരുന്നത്. ഞായറാഴ്ചയായതിനാൽ വിനോദസഞ്ചാരികളായിരുന്നു ഏറെയും. സ്ഥിരമായി ആനകൾ ഇറങ്ങുന്ന പ്രദേശമാണ് പിള്ളത്തോട് പരിസരം. ആനകളുടെ ചിത്രങ്ങൾ പകർത്തുകയോ ആനകളെ പ്രലോഭിപ്പിക്കുകയോ ചെയ്യുന്ന തരത്തിൽ വാഹനങ്ങളുടെ ഹോൺ മുഴക്കുകയോ ചെയ്യരുതെന്ന് വനപാലകർ നിർദ്ദേശിക്കുന്നുണ്ടെങ്കിലും അവയൊന്നും യാത്രക്കാർ പാലിക്കാറില്ല. വനപാലകരുടെ ഭാഗത്ത് നിന്ന് പെട്രോളിംഗ് ഉൾപ്പെടെയുള്ള മുൻകരുതലുകൾ എടുക്കണമെന്നും യാത്രക്കാർക്ക് സുഗമ സഞ്ചാരമൊരുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. തൃശൂർ ശക്തൻ സ്റ്റാൻഡിനു സമീപം ആക്രിക്കടയ്ക്ക് തീപിടിച്ചു. തൃശൂർ, പുതുക്കാട് എന്നിവിടങ്ങളിൽ നിന്ന് 4 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. ഇന്ന് പുലർച്ചെയിലായിരുന്നു സംഭവം. ആക്രിക്കടയിൽ സൂക്ഷിച്ചിരുന്ന പ്ലാസ്റ്റിക് കുപ്പികൾക്കും കബോർഡുകൾക്കുമാണ് തീപിടിച്ചത്. ഇതുമൂലം കടുത്ത പുകയും ചൂടും രക്ഷാപ്രവർത്തനത്തെ ദുഷ്കരമാക്കി. 3 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. 3 മണിക്കൂർ കൊണ്ടാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ TS ഷാനവാസ്, സീനിയർ ഫയർ ഓഫീസർ KA ജ്യോതികുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് തീയണച്ചത്. എരുമപ്പെട്ടിയിൽ ഒഴിഞ്ഞ പറമ്പിൽ വൻ അഗ്നിബാധ. എരുമപ്പെട്ടി യുണൈറ്റഡ് ടർഫിന് സമീപമുള്ള സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് തീപിടുത്തമുണ്ടായത്. ഇന്നലെ രാത്രിയിലാണ് സംഭവം. പറമ്പിലെ പാഴ്മരങ്ങളും കുറ്റിച്ചെടികളും അഗ്നിക്കിരയായി. വീടുകൾക്ക് സമീപത്തേക്ക് തീ പടർന്നത് പരിഭ്രാന്തിക്കിടയാക്കി. കുന്നംകുളത്ത് നിന്നെത്തിയ ഫയർഫോഴ്സ് മണിക്കൂറുകളോളം ശ്രമപ്പെട്ടാണ് തീയണച്ചത്. ചാവക്കാട് മണത്തല നേർച്ചയുടെ ഭാഗമായി പ്രചോദിയുടെ ആദ്യ കാഴ്ച ജാറമംഗലത്തിലെത്തി. ചാവക്കാട് ടൗണിൽ നിന്ന് പുറപ്പെട്ട പ്രചോദിയുടെ ആദ്യ കാഴ്ച പള്ളി അങ്കണത്തിൽ എത്തിച്ചേർന്നു. 15ഓളം കാഴ്ചകൾ മണത്തലയിൽ എത്തിച്ചേരും. നേർച്ചയുടെ പ്രധാന ദിനമായ തിങ്കളാഴ്ച രാവിലെ 9-ന് തെക്കഞ്ചേരിയിൽ നിന്നും പുറപ്പെടുന്ന താബൂത്ത് കാഴ്ച ചാവക്കാട് നഗരം ചുറ്റി 11:30യോടെ മണത്തല പള്ളി ജാറത്തിൽ എത്തിച്ചേരും. നാടിന്റെ വിവിധ ദിക്കുകളിൽ നിന്നും കൊടിയേറ്റ കാഴ്ചകളും തൊട്ടുപിറകെ പള്ളി അങ്കണത്തിലെത്തി കൊടിയേറ്റും. കറുത്ത വീട്ടിലെ ഹിന്ദു സഹോദരങ്ങൾ പള്ളിമുറ്റത്തെ താണിമരത്തിൽ കൊടികയറ്റും. ഉച്ചതിരിഞ്ഞ് നാട്ടുകാഴ്ചകളും വിവിധ ക്ലബ്ബുകളുടെ കാഴ്ചകളും ജാറത്തിലെത്തിച്ചേരും. സ്വപ്ന ഭവനങ്ങളുടെ സൗന്ദര്യവും ISO ഏറ്റവും വലിയ. കൊടുങ്ങല്ലൂർ എടവിലങ്ങിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് നിയമനത്തെ ചൊല്ലി പൊട്ടിത്തെറി. സേവ് കോൺഗ്രസ് എന്ന പേരിൽ സമാന്തര പ്രവർത്തനവുമായി ഒരു വിഭാഗം പ്രവർത്തകർ രംഗത്തെത്തി. മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലി എടവിലങ്ങിൽ മാസങ്ങളായി തർക്കം നിലനിന്നിരുന്നു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് TM ഷാഫിയെ പ്രസിഡന്റ് ആക്കണമെന്നായിരുന്നു ഒരു വിഭാഗത്തിന്റെ ആവശ്യം. KC വേണുഗോപാൽ ഗ്രൂപ്പിന്റെ പിന്തുണയും ഷാഫിക്കുണ്ട്. എന്നാൽ AI ഗ്രൂപ്പുകൾ ഇതിനായി എതിരായിരുന്നു. ഈ നിലപാടിന്റെ ഭാഗമായി കാലങ്ങളായി A ഗ്രൂപ്പിന്റെ പക്കലുണ്ടായിരുന്ന മണ്ഡലം പ്രസിഡന്റ് സ്ഥാനം I ഗ്രൂപ്പിന് വിട്ടു നൽകിയാണ് EK സജീവനെ മണ്ഡലം പ്രസിഡന്റായി നിയമിച്ചത്. തർക്കത്തെ തുടർന്ന് നീട്ടിവച്ചിരുന്ന പുതിയ മണ്ഡലം പ്രസിഡന്റിനെ പ്രഖ്യാപിക്കൽ ഇക്കഴിഞ്ഞ ദിവസമാണ് നടന്നത്. ഇതോടെ മറുവിഭാഗം പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു. എടവിലങ്ങ് കാര വ്യാപാര ഭവനിൽ ചേർന്ന സമാന്തര യോഗം പാർട്ടിയുടെ ഔദ്യോഗിക പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും സമാന്തര പ്രവർത്തനവുമായി മുന്നോട്ടു പോകാനും തീരുമാനിച്ചു. സേവ് കോൺഗ്രസിന്റെ ചെയർമാനായി MG അനിൽകുമാറിനെയും കൺവീനറായി ബഷീർ കൊല്ലത്ത് വീട്ടിലിനെയും തിരഞ്ഞെടുത്തു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് റഷീദ് പേനാക്കുഴി യോഗം ഉദ്ഘാടനം ചെയ്തു. മുൻ മണ്ഡലം പ്രസിഡന്റ് MG അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. വ്യാപകമായ ക്രമക്കേടും UDF വനിതാ മെമ്പർമാരെ LDF തിരഞ്ഞെടുപ്പ് ചെയർമാനും സംഘവും അപമാനിക്കുകയും ചെയ്തുവെന്ന് ആരോപിച്ചും ചെറുതുരുത്തി 121 നമ്പർ സർവീസ് സഹകരണ ബാങ്കിന്റെ തിരഞ്ഞെടുപ്പ് UDF ബഹിഷ്കരിച്ചു. വോട്ട് ചെയ്യാനെത്തിയ UDF അനുഭാവികളുടെ കടലാസുകൾ കീറി വലിച്ചെറിയുകയും മറ്റു പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് 13 UDF സ്ഥാനാർത്ഥികളും റിട്ടേണിംഗ് ഓഫീസർക്ക് രേഖാമൂലം പരാതി നൽകി തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചത്.
തുടർന്ന് UDFന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. അതേസമയം തിരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്ന പേടികൊണ്ടാണ് UDF സ്ഥാനാർത്ഥികൾ പിന്മാറിയതെന്ന് LDF തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ഷെയ്ഖ് അബ്ദുൽ ഖാദർ പറഞ്ഞു. ഗുരുവായൂർ കൃഷ്ണൻകുട്ടിയുടെ ഒറ്ററാന്തൽ എന്ന കവിതാ സമാഹാരം കവി ഡോക്ടർ C. രാവുണ്ണി പ്രകാശനം ചെയ്തു. ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പലും കവയിത്രിയുമായ TM ലത പുസ്തകം ഏറ്റുവാങ്ങി. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഉദ്ഘാടനം ചെയ്തു. കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. പ്രസാദ് കാക്കശ്ശേരി, KP വിനോദ്, തുളസിദാസ് കോട്ടപ്പടി, ID രഞ്ജിത്ത്, ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ, നടൻ മുരുകൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കവി സമ്മേളനവും ഉണ്ടായിരുന്നു. കൈപ്പറമ്പ് പഞ്ചായത്ത് സ്പോർട്സ് കൌൺസിലും സ്പോർട്സ് പ്രൊമോഷൻ കൌൺസിലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന 20ാമത് അഖിലേന്ത്യാ ഫ്ലഡ് സെവൻസ് ജനകീയ ഫുട്ബോൾ മേളയുടെ ഗാലറിയുടെ കാൽനാട്ടൽ കർമ്മം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് KK ഉഷ കാൽനാട്ട് കർമ്മം നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM ലെനിൻ അധ്യക്ഷനായി. അഖിലേന്ത്യാ ഫുട്ബോൾ മേളയ്ക്കൊപ്പം പ്രാദേശിക സെവൻസ് ഫുട്ബോൾ മേളയും സംഘടിപ്പിക്കുന്നുണ്ട്. പീതാംബരൻ രാരംഭത്ത് രചന നിർവഹിച്ച 11 ഗാനങ്ങളുടെ പുസ്തക പ്രകാശനം അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ നിർവഹിച്ചു. മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് പൊന്നാടയണിയിച്ച് പീതാംബരൻ രാരംഭത്തിനെ ആദരിച്ചു. മണലൂർ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിഷ സുരേന്ദ്രൻ, ഗായകൻ അനിൽകുമാർ അന്തിക്കാട് പ്രസ് ക്ലബ് സെക്രട്ടറി സജീവൻ കാരമുക്ക് എന്നിവർ സംസാരിച്ചു. പാലക്കൽ സെന്റ് മാത്യൂസ് ദേവാലയത്തിലെ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ തിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കൽ കൊടിയേറ്റം നിർവഹിച്ചു. ഫെബ്രുവരി 2 വൈകിട്ട് 5 ദേവാലയ ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ നിർവഹിക്കും. ശനിയാഴ്ച വൈകിട്ട് വീടുകളിലേക്കുള്ള അമ്പെഴുന്നള്ളിപ്പുകൾ നടക്കും. രാത്രി 11:15 മുതൽ വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പെഴുന്നള്ളിപ്പുകൾ ദേവാലയത്തിൽ എത്തിച്ചേരും. രാത്രി 12-ന് 220 കലാകാരന്മാർ അണിനിരക്കുന്ന മെഗാ ബാൻഡ് മേളം അരങ്ങേറും. പ്രധാന തിരുനാൾ ദിനമായ ഫെബ്രുവരി 4-ന് രാവിലെ 10-നുള്ള ആഘോഷമായ തിരുനാൾ ദിവ്യബലി, ഉച്ചതിരിഞ്ഞ് 4-ന് തിരുനാൾ പ്രദക്ഷിണം, തിങ്കളാഴ്ച വൈകിട്ട് ഗാനമേള എന്നിവ നടക്കും. പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധ സമരം നടത്തി. ചാവക്കാട് കാഞ്ഞാണി പൊതുമരാമത്ത് റോഡിൽ പാവറട്ടി മുതൽ മുല്ലശ്ശേരി കുമ്പുള്ളി പാലം വരെ റോഡ് 2 തട്ടിലാണ്. റോഡിന്റെ ഒരു ഭാഗം മാത്രം ഉയർത്തി ടാർ ചെയ്തെങ്കിലും മറുഭാഗം തകർന്ന നിലയിലുമാണ്. റോഡിന്റെ ഉയരമുള്ള ഭാഗത്തെ വക്കിൽ തട്ടി ഇരുചക്ര വാഹനങ്ങൾ മറിയുന്നത് പതിവാണ്. ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജ് 1ാം വർഷ BCA വിദ്യാർത്ഥിനി വെട്ടിയാറ മധുവിന്റെ മകൾ ദേവപ്രിയയുടെ ജീവൻ നഷ്ടപ്പെടുന്നതിനും റോഡിന്റെ അപാകതയാണ് കാരണം. മുരളി പെരുന്നല്ലി MLAയുടെയും പൊതുമരാമത്ത് വകുപ്പിന്റെയും അനാസ്ഥയാണ് ഈ അവസ്ഥയ്ക്ക് കാരണമെന്നും നടപടി വേണമെന്നും ആവശ്യപ്പെട്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധ സമരം നടത്തിയത്. DCC സെക്രട്ടറി PK രാജൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി അധ്യക്ഷനായി. OJ ഷാജൻ, AD സാജു, NA നൌഷാദ്, ആന്റോ ലിജോ, പ്രസാദ് വാഗ, ജെറോം ബാബു, TK സുബ്രഹ്മണ്യൻ, സുനിത രാജു എന്നിവർ പങ്കെടുത്തു. വാടാനപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിടം ലേബർ ക്യാമ്പാക്കി മാറ്റിയെന്ന ആരോപണം ശക്തമാക്കി കോൺഗ്രസ്. 2016-ൽ വില്ലേജ് ഓഫീസ് ഈ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചെങ്കിലും നാളിതുവരെയായി സബ് രജിസ്ട്രാർ ഓഫീസ് വാടക കെട്ടിടത്തിൽ നിന്നും പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയിട്ടില്ല. സബ് രജിസ്ട്രാർ ഓഫീസിനായി അനുവദിച്ച കെട്ടിടത്തിന് മുകളിൽ ഒരു നിലയുടെ നിർമ്മാണവും നടന്നുവരികയാണ്. സബ് രജിസ്ട്രാർ ഓഫീസ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് വാടാനപ്പള്ളി മണ്ഡലം കമ്മിറ്റി നിരന്തരം സമരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. നിലവിൽ സബ് രജിസ്ട്രാർ ഓഫീസിനായി ഫർണിച്ചർ അടക്കം പ്രവർത്തന സജ്ജമാക്കിയ കെട്ടിടത്തിൽ കരാറുകാരന്റെ തൊഴിലാളികളാണ് താമസിക്കുന്നത്. ഇതേ തൊഴിലാളികൾ മറ്റിടങ്ങളിലേക്കും പണിക്കായി പോകുന്നുവെന്നാണ് കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നത്. കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ KV സിജിത്ത്, EB ഉണ്ണികൃഷ്ണൻ, MM മുൻഷാർ, RA ഷെരീഫ്, പീതാംബരൻ വാലത്ത്, മുഹമ്മദ് ഷാഫി എന്നിവർ ചേർന്നാണ് സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിടത്തിലെ നിയമവിരുദ്ധ നടപടി കണ്ടെത്തിയത്. ഈ കെട്ടിടത്തില് വില്ലേജ് ഓഫീസ് മാത്രമാണ് 2016-ൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. അന്ന് തന്നെ ഇതിന്റെ താക്കോല് സബ് രജിസ്ട്രാർ ഓഫീസിൽ കൈമാറിയിട്ടുള്ളതാണ്. 8 വർഷത്തോളമായി ഈ വാടക കെട്ടിടത്തിലുള്ള സബ് രജിസ്ട്രാർ ഓഫീസ് സ്വന്തമായി കെട്ടിടമുള്ള വാടാനപ്പള്ളിയിലെ സബ് രജിസ്ട്രാർ ഓഫീസിലേക്ക് മാറ്റപ്പെട്ടിട്ടില്ല. 6 മാസത്തിൽ കൂടുതലായി കരാറുകാരന്റെ പണിക്കാർ താമസിക്കുന്ന ഒരവസ്ഥയുണ്ട്. സബ് രജിസ്ട്രാർ ഓഫീസറാണ് കരാറുകാരന് കെട്ടിടത്തിന്റെ താക്കോൽ താമസിക്കാൻ നൽകിയതെന്ന് കരാറുകാരനും പൊതുമരാമത്ത് ചാവക്കാട് ഓഫീസറുടെ നിർദ്ദേശപ്രകാരമാണ് താക്കോൽ നൽകിയതെന്ന് സബ് രജിസ്ട്രാർ ഉദ്യോഗസ്ഥരും സമ്മതിക്കുന്നതായും കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. നിലവിൽ സബ് രജിസ്ട്രാർ ഓഫീസറുടെയും പൊതുമരാമത്ത് ചാവക്കാട് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെയും കരാറുകാരന്റെയും നിയമവിരുദ്ധ നടപടിക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരിക്കുകയാണ് കോൺഗ്രസ്. TCV തൃപ്രയാർ.
ഡിസ്ട്രിക്ട് ടൈലേഴ്സ് ആൻഡ് ഡ്രസ് മേക്കിംഗ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ കൺവെൻഷൻ തൃശൂരിൽ നടന്നു. അഴീക്കോടൻ സ്മാരക ഹാളിൽ നടന്ന സമ്മേളനം CITU സംസ്ഥാന കമ്മിറ്റി അംഗം KV ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. T സുധാകരൻ, KB സുകുമാരൻ, M ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്മാരകമായി പേര് പോലും വേണ്ടെന്ന അധികൃതരുടെ പിടിവാശിക്കിടയിൽ മാള അരവിന്ദന്റെ 9ാം ചരമവാർഷികം കടന്നുപോകുന്നു. മാളയെ സ്വന്തം പേരിനോട് ചേർത്ത് വെച്ച നടൻ ഓർമ്മയായതു മുതൽ സർക്കാരും അമ്മയെന്ന സംഘടനയും നൽകിയ വാഗ്ദാനങ്ങൾ ബോധപൂർവം മറന്നുവെന്നാണ് മാള അരവിന്ദൻ ഫൗണ്ടേഷൻ വിലയിരുത്തുന്നത്. ഫൗണ്ടേഷൻ സെക്രട്ടറി ഷാൻഡി ജോസഫ് തട്ടകത്ത് എല്ലാ ചരമവാർഷികത്തിലും മാള അരവിന്ദന് സ്മാരകം വേണമെന്ന ആവശ്യവുമായി നിവേദനങ്ങൾ നൽകുന്നുണ്ട്. സർക്കാരിന് മാത്രമല്ല മാള പഞ്ചായത്തിനും നിരന്തരം നിവേദനം നൽകുന്നുണ്ട്. പുതിയ സ്മാരക നിർമ്മാണത്തിന് അനുകൂലമായ പ്രതികരണം ഇല്ലാതായപ്പോൾ മാള ബസ് സ്റ്റാൻഡിനോ വടമയിൽ നിന്ന് കോട്ടവാതിലിലേക്കുള്ള റോഡിനോ മാള അരവിന്ദന്റെ പേര് നൽകണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. അനുമതി നൽകിയാൽ സ്വന്തം ചിലവിൽ ബോർഡ് സ്ഥാപിക്കാൻ പോലും മാള അരവിന്ദൻ ഫൗണ്ടേഷൻ തയ്യാറാണെന്ന് കാണിച്ച് പഞ്ചായത്തിന് രേഖാമൂലം അറിയിച്ചിട്ടും അക്കാര്യം പരിഗണിച്ചിട്ടില്ല. അന്തരിച്ച പ്രശസ്ത നടൻ ശ്രീ മാള അരവിന്ദന് മാളയിൽ ഒരു സ്മാരകം നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 9 വർഷമായി മാള അരവിന്ദൻ ഫൗണ്ടേഷൻ മാള ഗ്രാമപഞ്ചായത്തിലും സർക്കാരിലും നിവേദനവും പരാതിയും എല്ലാം നൽകുന്നുണ്ട്. പക്ഷേ ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചതായി കാണുന്നില്ല. ഈ വർഷവും മാള ഗ്രാമപഞ്ചായത്തിൽ ഒരു നിവേദനം നൽകിയിട്ടുണ്ട്. മാള ഗ്രാമപഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള മാള ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡിനെങ്കിലും അദ്ദേഹത്തിൻ്റെ പേര് നൽകണം. ആ പേര് എഴുതുന്ന ചെലവുമെല്ലാം. ഫെബ്രുവരി 29 ജനിച്ചവർ തൃശൂരിൽ ഒത്തുചേർന്ന് ജന്മദിനം ആഘോഷിക്കാൻ ഒരുങ്ങുന്നു. ലീപ് ഇയർ ഫ്രണ്ട്സ് എന്ന പേര് നൽകിയ കൂട്ടായ്മയിൽ ഇപ്പോൾ 8 അംഗങ്ങളായി കഴിഞ്ഞു. ഫെബ്രുവരി 29 ജനിച്ച ഒല്ലൂർ സ്വദേശിയായ ഷാജി റാഫേലാണ് തന്നെപ്പോലെ ലീപ് ഇയറിൽ ജനിച്ചവരെ കണ്ടെത്താൻ ഒരു ശ്രമം നടത്തിയത്. ഇതിനുവേണ്ടി തന്റെ ഫോൺ നമ്പർ വെച്ച് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു. നമ്മുടെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു 2024 ഫെബ്രുവരി 29 ജന്മദിനം ആഘോഷിക്കുന്നവരുടെ കൂട്ടായ്മ. നമുക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു അവരുമായിട്ടുള്ളൊരു കൂടിച്ചേരൽ ഉണ്ടാവാനായിട്ട്. നമ്മളത് ഒരു യൂട്യൂബിലൂടെ നമ്മളത് പബ്ലിക്കിന് മുന്നിൽ അവതരിപ്പിച്ചു. ഇപ്പോൾ 8 പേരാണ് ഞങ്ങളിൽ ഫെബ്രുവരി 29 ജനിച്ച ആളുകളുടെ കൂട്ടായ്മയായിട്ട് ഞങ്ങൾ ഇവിടെ തേക്കിങ്ങാട് മൈതാനിയിൽ ഞങ്ങൾ കൂടിച്ചേർന്നത്. വീഡിയോ കണ്ട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഓരോരുത്തരായി ബന്ധപ്പെട്ടു. ഇപ്പോൾ ഷാജി ഉൾപ്പെടെ 8 പേരുണ്ട്. ലീപ് ഇയറായ 2024 ജന്മദിനം എല്ലാവരും ഒത്തുചേർന്ന് ആഘോഷിക്കണമെന്ന ആശയത്തിൽ ഏവരും ഒറ്റക്കെട്ടായി. 2024 ഫെബ്രുവരി 29 തൃശൂരിൽ കുടുംബത്തോടൊപ്പം ഒത്തുചേർന്ന് കേക്ക് മുറിച്ച് ജന്മദിനം ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് ഇവർ. ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടായ്മയിലെ 5 പേർ തൃശൂരിൽ ഒത്തുകൂടി. എല്ലാ ഫെബ്രുവരിയിലും ജന്മദിനം ആഘോഷിക്കും എന്ന് വെച്ചാൽ ഞങ്ങളെ സംബന്ധിച്ച് നക്ഷത്രമാണ് കണക്കാക്കുക, ഡേറ്റ് അല്ല. ഇപ്പോൾ ഡേറ്റിൽ കണക്കാക്കുന്നത് അറിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഒത്തുകൂടാൻ തീരുമാനിച്ചത്. അപ്പോൾ അത് വളരെ ഭംഗിയായിട്ട് നടക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും അതിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത 29-ാം തീയതി ഞങ്ങൾ കൂടുന്നതായിരിക്കും. അടുത്ത തവണ സംസ്ഥാന തലത്തിൽ കൂടുതൽ പേരെ ഉൾക്കൊള്ളിച്ച് കൂട്ടായ്മ വിപുലപ്പെടുത്താനുള്ള ഒരുക്കത്തിലാണ് ലീപ് ഇയർ ഫ്രണ്ട്സ്. TCV തൃശൂർ. ഫെബ്രുവരി 4 തൃശൂരിൽ മല്ലികാർജുൻ ഖാർഗെ പങ്കെടുക്കുന്ന മഹാജനസഭയുടെ ഭാഗമായി കോൺഗ്രസ് എറിയാട് മണ്ഡലം കൺവെൻഷൻ നടന്നു. ജില്ലാ ജനറൽ സെക്രട്ടറി TM നാസർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PA മുഹമ്മദ് സഗീർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PB മൊയ്തു, UDF നിയോജക മണ്ഡലം കൺവീനർ PS മുജീബ് റഹ്മാൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സലീം കൈപ്പമംഗലം എന്നിവർ സംസാരിച്ചു. ഇപ്റ്റ സ്നേഹ സന്ദേശ യാത്രയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കൊടുങ്ങല്ലൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫാസിസ്റ്റ് വിരുദ്ധ സാംസ്കാരിക സദസ്സ് സംഘടിപ്പിച്ചു. ഇപ്റ്റ സംസ്ഥാന സെക്രട്ടറി AP അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് VS ദിനൽ അധ്യക്ഷത വഹിച്ചു. CPI കൊടുങ്ങല്ലൂർ മണ്ഡലം സെക്രട്ടറി CC വിപിൻ ചന്ദ്രൻ, ഇപ്റ്റ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് PR കൃഷ്ണകുമാർ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി BG വിഷ്ണു, നൌഷാദ് പടന എന്നിവർ സംസാരിച്ചു. മലയാള കലാകാരന്മാരുടെ സംഘടനയായ നന്മ കുന്നംകുളത്തിന്റെ കുന്നംകുളം മേഖലാ കൺവെൻഷൻ ഡോക്ടർ ശശിധരൻ കളത്തിങ്കൽ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സെക്രട്ടറി രവി കേച്ചേരി മുഖ്യപ്രഭാഷണം നടത്തി. നന്മ കുന്നംകുളം മേഖലാ പ്രസിഡന്റ് CK രവി അധ്യക്ഷത വഹിച്ചു. നന്മ സംസ്ഥാന ട്രഷറർ മനോമോഹൻ, സർഗവനിത ജില്ലാ സെക്രട്ടറി ശീലമണി, നന്മ കുന്നംകുളം മേഖലാ ജോയിന്റ് സെക്രട്ടറി വിഷ്ണു ഭാരതീയൻ എന്നിവർ സംസാരിച്ചു. വടക്കേക്കാട് സ്റ്റേഷൻ പരിധിയിലെ പ്രധാന നഗരങ്ങൾ ഇനി മുതൽ ക്യാമറ നിരീക്ഷണത്തിൽ. വടക്കേക്കാട്, അഞ്ഞൂർ, വെട്ടിപ്പുഴ എന്നിവിടങ്ങളിൽ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകളുടെ ഉദ്ഘാടനം നടത്തി
മോഡേൺ ജംഗ്ഷൻ പദ്ധതിയുടെ ഭാഗമായി വടക്കേക്കാട് സെന്ററിൽ 5 ക്യാമറകളും അഞ്ഞൂരിൽ 4 വെട്ടിപ്പുഴയിൽ 3 ക്യാമറകൾ സ്ഥാപിച്ചു. AI ക്യാമറകളുടെ നിലവാരത്തിലുള്ള ക്യാമറകളാണ് ഇവിടങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ളത്. പദ്ധതിയുടെ സ്വിച്ച് ഓൺ കർമ്മം തടാകം കുഞ്ഞുമുഹമ്മദ് ഹാജി, വടക്കേക്കാട് CI അമൃതരംഗൻ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ അധ്യക്ഷത വഹിച്ചു. കാവൽ നേത്ര എന്ന പേരിൽ വടക്കേക്കാട് SI ആയിരുന്ന സിസിൽ ക്രിസ്ത്യൻ രാജ് രൂപം കൊടുത്ത പദ്ധതിയുടെ പൂർത്തീകരണമാണ് മോഡേൺ ജംഗ്ഷൻ എന്ന പേരിൽ നടപ്പിലാക്കിയത്. വ്യാപാര സ്ഥാപനങ്ങളുടെയും സുമനസ്സുകളുടെയും സഹായത്താലാണ് പദ്ധതിക്കുള്ള ഫണ്ട് കണ്ടെത്തിയത്. 6 ലക്ഷം രൂപ ചെലവിലാണ് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത്. മതിലകത്ത് ഭൂമിക്കടിയിൽ നിന്ന് നന്നങ്ങാടി ലഭിച്ചു. മതിലകം പോലീസ് സ്റ്റേഷന് കിഴക്ക് ലക്ഷം വീട് കോളനി ഭാഗത്തു നിന്നാണ് മൺജാറ എന്ന പേരിൽ അറിയപ്പെടുന്ന നന്നങ്ങാടി ലഭിച്ചത്. തുടുപ്പത്ത് തങ്കയുടെ വീട്ടുവളപ്പിൽ സെപ്റ്റിക് ടാങ്കിനായി കുഴി എടുത്തുകൊണ്ടിരിക്കയിലാണ് 10 അടിയോളം താഴ്ചയിൽ നിന്ന് നന്നങ്ങാടി കണ്ടെത്തിയത്. 1 മീറ്ററോളം ഉയരവും 80 സെന്റിമീറ്ററോളം വ്യാസവുമുണ്ട്. ചേറ്റുവ മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് പലപ്പോഴായി ധാരാളം നന്നങ്ങാടികൾ കണ്ടെത്തിയിട്ടുണ്ട്. കിള്ളിമംഗലം സെന്റ് ആന്റണീസ് ഇടവക ദേവാലയത്തിലെ സംയുക്ത തിരുനാളിന് കൊടിയേറി. ഫെബ്രുവരി 3, 4 ശനി ഞായർ ദിവസങ്ങളിലായാണ് തിരുനാൾ. ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് എക്സിക്യൂട്ടീവ് മാനേജർ ഫാദർ തോമസ് കാക്കശ്ശേരി കൊടിയേറ്റം നിർവഹിച്ചു. വികാരി ഫാദർ ആൻസൺ നീലങ്കാവിൽ, ജനറൽ കൺവീനർ ജോർജ് പുന്നപ്പുഴ എന്നിവർ നേതൃത്വം നൽകി. വടക്കഞ്ചേരി മുണ്ടത്തിക്കോട് സ്നേഹക്കൂടാരം കുട്ടികൾ അഭിനയിച്ച ഐലമുടിച്ചി എന്ന ആൽബത്തിന്റെ സ്വിച്ച് ഓൺ നിർമ്മാതാവ് മണി താമര നിർവഹിച്ചു. മുൻ മാളികപ്പുറം ശാന്തി രാജേഷ് നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ബബിത ബിജേഷ് അധ്യക്ഷത വഹിച്ചു. ഡിവിഷൻ കൌൺസിലർ കെ ഗോപാലകൃഷ്ണൻ, രാജു മാരാത്ത്, എ സുരേന്ദ്രൻ, കെ നന്ദകുമാർ, സുധി പന്തയ്ക്കൽ, രഞ്ജിത്ത് കളരിക്കൽ എന്നിവർ പങ്കെടുത്തു. ചേലക്കര മാരിയമ്മൻ കോവിലിൽ സമൂഹ മൃത്യുഞ്ജയ ഹവനം നടന്നു. മഹാബലേശ്വര HH സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അയ്യപ്പ സേവാശ്രമം ഫിനാൻസ് മാനേജർ MB അച്യുതൻകുട്ടി, മാതാജി വസന്താനന്ദ സരസ്വതി, ലളിതാമ്മ തുടങ്ങിയവർക്ക് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. SYS മറ്റത്തൂർ സർക്കിൾ കമ്മിറ്റി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. SYS തൃശൂർ സോൺ പ്രസിഡന്റ് അഷ്റഫ് സൈദി ഉദ്ഘാടനം ചെയ്തു. സർക്കിൾ പ്രസിഡന്റ് ഷരീഫ് മൈതാനം അധ്യക്ഷത വഹിച്ചു. SSF ജില്ലാ സെക്രട്ടറി അനസ് പുള്ളിയിൽ, കേരള മുസ്ലിം ജമാഅത്ത് മറ്റത്തൂർ സർക്കിൾ പ്രസിഡന്റ് മജീദ് സഖാഫി, സെക്രട്ടറി മുജീബ് കോടാലി എന്നിവർ സംസാരിച്ചു. സഞ്ചാരികളുടെ കൂട്ടായ്മയായ 3 മുറിയിലെ സഫാരി ക്ലബ് 25ാം വാർഷികം ആഘോഷിച്ചു. ഗായകനും റിയാലിറ്റി ഷോ താരവുമായ മിലൻ സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. സഫാരി ക്ലബ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ചെമ്പകശ്ശേരി, സെക്രട്ടറി ബെന്നി ജോർജ് എന്നിവർ സംസാരിച്ചു. അളഗപ്പ നഗർ പച്ചളിപ്പുറത്ത് വീടിന്റെ തറയിൽ കയറിയ മൂർഖൻ പാമ്പിനെ പിടികൂടി. പച്ചളിപ്പുറം ചെമ്മനം തട്ട സുരേഷിന്റെ വീട്ടിൽ നിന്നാണ് 6 അടി നീളമുള്ള പാമ്പിനെ പിടികൂടിയത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. വീടിന്റെ തറയിലേക്ക് പാമ്പ് കയറി പോകുന്നത് കണ്ട വീട്ടുകാർ സമീപവാസികളെ വിവരമറിയിക്കുകയായിരുന്നു. പിന്നീട് വാർഡ് മെമ്പർ PS പ്രീജു അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ പാലപ്പള്ളി ഫോറസ്റ്റ് റേഞ്ചിലെ റെസ്ക്യൂ ടീം അംഗം രജീഷ് നന്ദിപുലം സ്ഥലത്തെത്തിയാണ് പാമ്പിനെ പിടികൂടിയത്. പാമ്പിനെ പിന്നീട് വനപാലകർ ഉൾവനത്തിൽ വിട്ടയച്ചു. പൈതൃകം ഗുരുവായൂർ പ്രതിമാസ കുടുംബസംഗമത്തിന്റെ ഭാഗമായി വൈജ്ഞാനിക സദസ്സ് സംഘടിപ്പിച്ചു. ആധ്യാത്മിക പ്രഭാഷകനും ചാക്യാർകൂത്ത് കലാകാരനുമായ ഡോക്ടർ എടനാട് രാജൻ നമ്പ്യാർ കണ്ണന്റെ കഥകൾ എന്ന ശീർഷകത്തിൽ ഗുരുവായൂരപ്പന്റെ രാസലീലകൾ വിവരിച്ചു. സംസ്ഥാനത്തെ മികച്ച NCC ഓഫീസർക്കുള്ള നാഷണൽ അവാർഡ് ലഭിച്ച PJ സ്റ്റൈജുവിനെ ആദരിച്ചു. പൈതൃകം കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി ചങ്കത്ത് അധ്യക്ഷത വഹിച്ചു. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ജനു ഗുരുവായൂർ, ഗുരുവായൂർ ദേവസ്വം മുൻ ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ R നാരായണൻ, പൈതൃകം കലാക്ഷേത്ര ചെയർമാൻ മണലൂർ ഗോപിനാഥ് എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം ദേവമംഗലം ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി കാവടി ആഘോഷം നടത്തി. വിവിധ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ആരംഭിച്ച കാവടിയാട്ടം ക്ഷേത്ര സന്നദ്ധിയിൽ സമാപിച്ചു. ക്ഷേത്രം തന്ത്രി ചെമ്മാലിൻ ബിജു നാരായണൻകുട്ടി ശാന്തി, ക്ഷേത്രം മേൽശാന്തി അഖിലേഷ് എന്നിവർ ഉത്സവ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു.
പരിയാരത്ത് പടക്കം പൊട്ടിക്കുന്നതിനിടെ ബൈക്കിന് തീപിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പരിയാരം കടുങ്ങാട് മൂലക്കുടിയിൽ വീട്ടിൽ ദിവാകരന്റെ മകൻ 24 വയസ്സുള്ള ശ്രീകാന്തിന്റെ നില ഗുരുതരമായി തുടരുകയാണ്. തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായി റോഡിൽ പൊട്ടിച്ച പടക്കം തെറിച്ചു വീണാണ് തൊട്ടടുത്ത് വച്ചിരുന്ന ബൈക്കിന് തീപിടിച്ചത്. ഈ സമയം ബൈക്കിലിരുന്ന ശ്രീകാന്തിന്റെ ദേഹമാസകലം പൊള്ളലേൽക്കുകയായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് പള്ളി കമ്മിറ്റിയുടെ പേരിൽ ചാലക്കുടി പോലീസ് കേസെടുത്തു. പൊതുനിരത്തിൽ അശ്രദ്ധമായി പടക്കം പൊട്ടിച്ച് അപകടം വരുത്തിയതിനാണ് കേസ്. മന്ദലാംകുന്ന് GFUP സ്കൂൾ 101-ാം വാർഷികം എൻടോമെന്റ് NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K കമറുദ്ദീൻ എൻടോമെന്റ് വിതരണം നടത്തി. വാണിജ്യം. പതിനേഴ് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കേരളത്തിലെ പ്രമുഖ ബിൽഡേഴ്സായ അസറ്റ് ഹോംസ് തൃശൂരിൽ നിർമ്മിക്കുന്ന അസറ്റ് മജസ്റ്റിക്കിലെ സാമ്പിൾ ഫ്ളാറ്റ് തുറന്നു. തൃശൂർ കുരിയച്ചിറയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന അസറ്റ് മജസ്റ്റിക്കിലെ സാമ്പിൾ ഫ്ളാറ്റ് JV പാർട്ണർ ജെസി മാത്യു, കോർപ്പറേഷൻ കൌൺസിലർ ആൻസി ജേക്കബ് പുലിക്കോട്ടിൽ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. കുരിയച്ചിറയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന 2 BHK 3 BHK ആഡംബര ഫ്ളാറ്റുകളുടെ പദ്ധതിയായ അസറ്റ് മജസ്റ്റിക് അടുത്ത വർഷം തന്നെ നിർമ്മാണം പൂർത്തിയാക്കി ഉടമകൾക്ക് കൈമാറുമെന്ന് ചടങ്ങിൽ പങ്കെടുത്ത അസറ്റ് ഹോംസ് സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ സുനിൽ കുമാർ പറഞ്ഞു. 17 വർഷങ്ങൾക്കിടെ 76 പദ്ധതികളാണ് അസറ്റ് ഹോംസ് നിർമ്മാണം പൂർത്തിയാക്കിയത്. നിലവിൽ സംസ്ഥാനത്തെ 9 ജില്ലകളിലായി 34 പദ്ധതികൾ നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലുണ്ട്. കൂടുതൽ വിവരങ്ങൾ assethomes.in എന്ന വെബ്സൈറ്റിലും 8943099999 എന്ന നമ്പറിലും ലഭ്യമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗവർണർക്കെതിരെ കടുത്ത വിമർശനവുമായി മന്ത്രി MP രാജേഷ്. സംസ്ഥാന സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമമാണ് ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നും മന്ത്രി. ഫേസ്ബുക്ക് വിവാദവുമായി ബന്ധപ്പെട്ട് P ബാലചന്ദ്രൻ MLA-ക്കെതിരെ പാർട്ടി ശക്തമായ നടപടിയെടുത്തേക്കുമെന്ന് സൂചന. P ബാലചന്ദ്രന്റെ ജാഗ്രത കുറവുണ്ടായെന്നും MLA-യുടെ നിലപാടിനെ പാർട്ടി തള്ളിക്കളഞ്ഞതായും റവന്യൂ മന്ത്രി K രാജൻ. പാലപ്പിള്ളി പിള്ളത്തോട് പാലത്തിനു സമീപം റോഡിലിറങ്ങിയ കാട്ടാനക്കൂട്ടം യാത്രക്കാർക്ക് നേരെ പാഞ്ഞെടുത്തു. ആളുകൾ ഓടിമാറിയത് മൂലം വൻ ദുരന്തമൊഴിവായി. തൃശൂർ ശക്തൻ സ്റ്റാൻഡിനു സമീപം ആക്രിക്കടയ്ക്ക് തീപിടിച്ചു. 3 ലക്ഷം രൂപയുടെ നഷ്ടം. എരുമപ്പെട്ടിയിൽ ഒഴിഞ്ഞ പറമ്പിൽ വൻ അഗ്നിബാധ. ചാവക്കാട് മണത്തല നേർച്ചയ്ക്ക് തുടക്കമായി. പ്രചോദിയുടെ ആദ്യ കാഴ്ച ജാറമംഗലത്തിലെത്തി. നേർച്ചയുടെ പ്രധാന ദിനമായ നാളെ തെക്കഞ്ചേരിയിൽ നിന്നും പുറപ്പെടുന്ന താബൂത്ത് കാഴ്ച ജാറത്തിലെത്തിച്ചേരും. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.